ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചും അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സംബന്ധിച്ചും വളരെ ബാഡായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ മറ്റൊന്നുമല്ല, നമ്മളെ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ഒന്നും ലഭിക്കാത്തതെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഫൈനലി മാർക്കസ് മൊറലോവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. AFF ഡിസിപ്ലിനറി കമ്മിറ്റി അതിനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ നോച്ച സിംഗിൻ്റെ കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്ക് താരം. എല്ലാവർക്കും അറിയാം, ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിൽ മലയാളി താരമായിരുന്ന അമാനെ തല കൊണ്ട് മുക്കിനിടിച്ചിട്ടുണ്ടായിരുന്നു. ഉറപ്പായിരുന്നു എത്ര മത്സരം ഉണ്ടാവും എന്നുള്ള ഒരു അപ്ഡേറ്റ് എന്ന് വരുമെന്ന് നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ എങ്ങനെ ആയാലും 3 മത്സരങ്ങളുടെ വിലക്ക് താരത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. അപ്പോൾ ഈ വരുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ നോക്കൗട്ട് മത്സരത്തിൽ താരം കളിക്കില്ല. ഒഡീഷ എഫ്സിക്കെതിരെ താരത്തിന് മിസ്സാവും ആ കളി. ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരം താരം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയൊരു മത്സരം കൂടി ഉണ്ട്, അത് ഒഡീഷ എഫ്സിക്കെതിരെയുള്ള നോക്കൗട്ട് മത്സരമാണ്. ഇത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണ്. ലെഫ്റ്റ് ബാക്കിൽ അത്രയും മികച്ച പെർഫോമൻസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ മത്സരത്തിലും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമായിരുന്നു നോച്ച സിംഗ്. ലെഫ്റ്റ് ബാക്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഐബൻ പോയപ്പോൾ നോച്ചയായിരുന്നു ഇനി തിളങ്ങിയിരുന്നത്. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ ഇനി സന്ദീപ് സിംഗിനെ ലെഫ്റ്റ് ബാക്ക് കളിപ്പിച്ചേക്കാം, ഇനി അസറിനായിട്ട് കളിപ്പിക്കുമോ എന്നും അറിയില്ല. അസർ ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരത്തിൽ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്, ഡീസൻ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. എന്നാലും ആ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് ഒരു പ്രശ്നം എങ്ങനെ ആയാലും ഉണ്ടാവും താരം അവിടെ കളിക്കുമ്പോൾ. പിന്നെ യങ്സ്റ്ററാണ്. അതുപോലെ തന്നെ 3 മത്സരങ്ങളുടെ ബാനും വിലക്കും അതുപോലെ തന്നെ 20,000 രൂപ ഫൈനും ഉണ്ട്. ഡിസിപ്ലിനറി കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ആയാലും ഇത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വല്ലാത്തൊരവസ്ഥയെന്ന് തന്നെ പറയാം. നിലവിൽ എല്ലാവർക്കും അറിയാം, ലൂണ എപ്പോഴും ഇഞ്ചുറി മാറി ഫസ്റ്റ് കളി കളിച്ചിട്ടില്ല. ഇനി പ്ലേ ഓഫിൽ ഫസ്റ്റ് ലെവലിൽ ഇറങ്ങാൻ സാധ്യത കുറവായിരിക്കും. ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരാനാണ് ചാൻസ് കാണുന്നത്. അതുപോലെ പിന്നെ ഡിമിയുടെ ഇഞ്ചുറി, അങ്ങനെ ഒക്കെപ്പാടി ഒരു പ്രശ്നമാണ് ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ. അതിൽ കൂടെയാണ് ഇപ്പോൾ ഇങ്ങനൊരു പണി കൂടി. അപ്പോൾ നല്ലൊരവസ്ഥയിലല്ല ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ നിലവിലെ അവസ്ഥ അറിയാം, അത്രയും മോശമാണ് ഡിഫൻസീവ് ലൈൻ. അപ്പോൾ നോച്ച് കൂടി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് എങ്ങനെ നമ്മുടെ ആ നോക്കൗട്ട് മത്സരം കളിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോസ് തന്നെ കാണും. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ.